ഹായ്, ഞാൻ ഇന്ന് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഫ്രീസർ ക്ലീൻ ചെയ്യാൻ കൂട്ടുകാരോട് കുറച്ച് കുശലവും പറയാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫ്രീസറിനകത്ത് വെക്കുന്ന സാധനങ്ങൾ കണ്ട് എൻ്റെ കൂട്ടുകാരൻ ഞെട്ടണ്ട കേട്ടോ. എൻ്റെ കൂട്ടുകാർ കണ്ടു നോക്കൂ. എൻ്റെ ഫ്രിഡ്ജ് വന്നിട്ട് ഇത് ഫുള്ള് ഫ്രിഡ്ജും ഇത് ഫ്രീസറുമാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രീസർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കൂട്ടുകാരെ കാണിക്കാം. കണ്ടോ, ഇതിനകത്ത് എന്തോരം സാധനങ്ങൾ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടോ? ഓരോ ഇതിലും നിറച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടോ. ഇത് വന്നിട്ട് എന്താ ഈ നെല്ലിക്കയ്ക്ക് പറയുന്ന പേര്? ഞാനിതിൻ്റെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാം. കാരണം വെച്ചാൽ ഇതിങ്ങനെ ഓണായി കിടന്നാലേ ഒരുപാട് കറണ്ട് അങ്ങനെ വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ടിട്ട് വർത്താനം പറയാം. ഇത് വന്നിട്ട് എന്താ ഈ ചുമന്ന നെല്ലിക്ക ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള. ആക്ച്വലി ഈ നെല്ലിക്ക കൊണ്ടുവന്നിട്ട് 1 വർഷമായി. ഇതെൻ്റെ കസിൻ അജി കാണണ്ട. അവൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് തലകറക്കം വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 വർഷം മുമ്പ് ഇതെനിക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നതാണ്. പക്ഷേങ്കിൽ നോക്കിയേ, അത് നല്ല കളിക്കുന്ന ഗോലി ഉണ്ടല്ലോ അതുപോലെ ഇരിപ്പുണ്ടോ. സൗണ്ട് കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക്. അപ്പോൾ ഇത് 1 വർഷമായിട്ടിരിക്കുന്ന സാധനമാണ്. ഇതൊന്ന് അച്ചാറിടണം. ഇതിപ്പോൾ ഇങ്ങനെ ഗോലി പോലെ ഇരിക്കുന്ന, പക്ഷേ വെളിയിലെടുത്ത് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിന് തണുപ്പൊക്കെ പോയി കഴിയുമ്പോൾ ഫുൾ അങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചതാണ്. 1 വർഷമായിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഈ ഭാഗത്തോട്ട് ഞാൻ വരാറേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്നറിയാമോ? ഇതെവിടെ ഒന്ന് വെക്കുന്നേ? തൽക്കാലം അവിടോട്ട് ഇരിക്കട്ടെ. ഞാൻ ഇന്നിപ്പോൾ ഫ്രീസർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാന്താരി മുളക്. ഇതും 1 വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ കാന്താരി മുളകിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് ഫ്രഷായിട്ട് അങ്ങനെ ഇരുന്നോളും. ഇതും ആ നെല്ലിക്കയൊക്കെ ഒരേ സമയത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് 1 വർഷം എന്ന് പറഞ്ഞത് കേട്ടോ. 1 വർഷം കഴിഞ്ഞു. അല്ല, 1 വർഷം കഴിഞ്ഞില്ല കേട്ടോ. അവൾ ഒക്ടോബറിലാണ് വന്നത്. ഇപ്പോൾ സെപ്റ്റംബറിലേ ആയിട്ടുള്ളൂ. 11 മാസമേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നാ ചെയ്യുമെന്ന് അറിയാമോ? ഇപ്പോൾ ഈ കടല, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലിനകത്ത് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്കി എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് സൗണ്ട് കുറച്ച് വെക്കപ്പോൾ ഫോണിൻ്റെ ഇതിൻ്റെ ടി വിയുടെ പിന്നെ ഇത് ബോട്ടിലിട്ട് വെച്ച് ബാക്കി എന്നാ ചെയ്യുക, ഞാൻ അങ്ങനെ ഈ ഫ്രീസറിനകത്തോട്ട് അങ്ങ് വെക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെല്ലാം സാധനങ്ങൾ ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ കാണിച്ചു. ഇത് മാങ്ങ കേട്ടോ. മാങ്ങ തീരാറായി. മീൻകറിയും ഒക്കെ വെച്ച് മാങ്ങ തീരാറായി. ഇതൊരു കവർ നിറയുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ഏപ്രിലിൽ പാക്ക് ചെയ്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, ഇത് പൊതിഞ്ഞ് വെച്ചിരുന്നതാണ് കേട്ടോ കവറിനകത്ത്. ഇതെന്താണെന്നറിയാമോ? ചക്കക്കുരു. ഇതെൻ്റെ ചേച്ചി അവൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് കവറിനകത്ത് അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. ഞാനിത് തോരൻ വെച്ചതല്ല. നോക്കി, ചക്കക്കുരു നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് ഞവരേരി, പിന്നെന്നാ റവ, പിന്നെ കടലമാവ്. ഇതൊക്കെ ഉണ്ടല്ലോ പുറത്ത് വെച്ചിരുന്ന് കഴിഞ്ഞ് ഇതിനകത്ത് ഉള്ളം കയറുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല, കുറേശ്ശേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഫ്രീസറിനകത്തോടങ്ങ് വെച്ചതാണ്. ഞാനിപ്പോൾ ഈ ഫ്രീസർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യം എൻ്റെ കൂട്ടുകാർക്ക് എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, ഞാനിന്ന് ശിവാജിനഗർ പോയിട്ട് മീൻ മേടിച്ചോണ്ട് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് മീനിനെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് പാത്രത്തിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിനെ ഒന്ന് ഒഴിവാക്കിയെങ്കിൽ എനിക്ക് അതെല്ലാം എടുത്ത് ഇതിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ ഷീറ്റ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആ ഫ്രിഡ്ജിന് താഴെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടും. അത് ഫ്രിഡ്ജിനകത്തും വെക്കും, അതുപോലെ തന്നെ ഫ്രീസറിനകത്തും അതുപോലെ വെക്കും. ഇത് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ? ഇത് വന്നിട്ട് ചണവിത്തെന്ന് പറയും. ഇത് ആക്ച്വലി മുടിക്കും സ്കിന്നിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്കിന്നിന് യൂസ് ചെയ്യുന്ന സാധനമൊക്കെ ഞാൻ ഇതിനകത്തങ്ങ് വെക്കും. കാരണം വെച്ചാൽ പുറത്ത് വെച്ച് അതിനകത്ത് ഉള്ളം കയറും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പന്നലാവുമൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. കാരണം സ്കിന്നിനായാലും മുടിക്കൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് സേഫായിട്ട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫ്രീസറിൽ വെക്കും. ഇതിനകത്തിപ്പോൾ ഞാൻ മേളിൽ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനകത്തെല്ലാം മീൻ വെക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം മീൻ മേടിച്ചിട്ടുണ്ട്. അത് വേറൊരു വീഡിയോ എൻ്റെ കൂട്ടുകാരെ ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കടലപ്പരിപ്പ്, പിന്നെന്താ ഉള്ളത്? ഇതൊക്കെ തീർന്നു കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുഖത്തോരോ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പൊടിച്ചിട്ട് അതൊക്കെ ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിലങ്ങ് വെക്കും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം പുറത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ സ്കിന്നിനിരുന്ന സംഭവങ്ങളല്ലേ, അതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെന്താ, എൻ്റെ ചക്ക വരട്ടി. പക്ഷേ ഇതിപ്പോൾ തുറക്കാൻ പറ്റത്തില്ല, കാണിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഐസ് കൊണ്ട് ഫുള്ള് ഫ്രീസായിട്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഏതായാലും ചക്കപ്പഴം വരട്ടി വെച്ചില്ലേ, അതാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈഡിൽ പിന്നെ കടലമാവ് പൊടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഐസ് റോളർ. ഇത് ഞാൻ മേടിച്ചത് എനിക്ക് ഫേസിന് ഐസ് റോൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷെ ഞാൻ ഇത് ഒരു വട്ടം പോലും ഞാൻ യൂസ് ചെയ്തിട്ട്. എൻ്റെ ചെറിയ മകൻ ഇത് ഭയങ്കര യൂസാണ്. ഡെയിലി ഈ ഐസ് വെച്ചിട്ട് പിന്നെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യും. പക്ഷെ അത് നല്ലതാട്ടോ. നമ്മുടെ മുഖത്തിന് എപ്പോഴും
കൂളിംഗ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവൻ യൂസ് ചെയ്യും. എൻ്റെ ഫ്രീസറിൻ്റെ ഐസ് ഇവിടാണ്, എന്താ പറയുന്നത്, കണ്ടില്ലേ? അയ്യോ, എൻ്റെ ഐസ് ട്രേ ആണിത്. അത് നമുക്ക് ഈ ഐസ് ഇതിനകത്ത് ഐസ് ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങനെ തിരിക്കാന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ ഇവിടെ വന്ന് വീഴും. എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഐസ് എടുക്കാം. അങ്ങനെയാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇത് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പം ഐസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ സൈഡിൽ അതുപോലെ തന്നെ കേട്ടോ എന്തൊക്കെയോ പൊടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ് ബാഗ്. ഈ ഐസ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവൻ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നീരൊക്കെ വരുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കോൺഫ്ലോറിൻ്റെ പൊടി. അത് കഴിഞ്ഞ് ഇവിടെ കണ്ടോ കുറച്ച് കടലമാവ് ഇരിക്കുന്നുണ്ടോ. ഈ കടലമാവ് അങ്ങ് മേടിക്കും. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ്. ഞാൻ ഈ ഫ്രീസറിനകത്ത് ഈ നട്ട്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രീസറിൻ്റെ അവസ്ഥ. അപ്പം ഇത് ഇത്രയും ഉണ്ട്. ഫ്രിഡ്ജിൻ്റെ ഇതേ വലിപ്പത്തിൽ തന്നെയാണ് ഫ്രീസറുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കാണും. വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ, എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഞാൻ ഫ്രീസറിൽ എന്തെല്ലാം സാധനങ്ങൾ വെക്കുന്നതെന്നൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തേ കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളെല്ലാം താഴോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ബോക്സിനകത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അത് അവിടെ ഇരുന്നോളും. അപ്പോൾ മേളിലെല്ലാം ബോക്സിനകത്താക്കി മീൻ വെക്കാം. കണ്ടല്ലേ? അപ്പോൾ എൻ്റെ ഫ്രീസർ മുഴുവൻ ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും താഴെ കൊണ്ടുപോയിട്ട് ആ ബോക്സിനകത്തോട്ട് അങ്ങ് വെച്ചു. അപ്പോൾ എല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് ഇവിടെ സൈഡിലും അതുപോലെ തന്നെ കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഈ പരിപ്പും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈ പൊടിവർഗ്ഗങ്ങളൊക്കെ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാലെ കൊണ്ട് ഐസ് പോലെ ആവത്തില്ല എന്നൊരു സംശയം ഉണ്ടാവുമായിരിക്കും അല്ലേ? അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് ആ ഒരു സംശയം ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് തുറന്ന് കാണിക്കുന്നതാണ്. നമ്മൾ ഇതിനകത്തൊക്കെ ഇതുപോലെ തന്നെ കടലപ്പരിപ്പും പിന്നെ പയർ എന്ത് സാധനങ്ങൾ വെച്ചാലും നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചാൽ അത് ഐസ് ആവത്തൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതൊരു വർഷം ഇരുന്നാലും ഇതിനകത്ത് ഉള്ളനും കയറത്തില്ല, ഒന്നും കയറത്തില്ല, നല്ല നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ ഒരു മാസത്തിലൊക്കെ തീരുന്ന തന്നെ പുറത്ത് വെച്ചാൽ പ്രശ്നമില്ല. ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് കടലപ്പരിപ്പൊക്കെ ചില സമയത്ത് യൂസ് ആവും, ചില സമയത്ത് യൂസ് ആവത്തില്ല. അതുപോലെ തന്നെ കടലമാവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ ഈ RMCയിലോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോളുകളിലൊക്കെ പോയി സാധനം മേടിക്കുന്ന സമയത്ത് 2 കിലോ 3 കിലോ അങ്ങനെ ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന സാധനങ്ങൾ പന്നലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസർ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രീസറിലോട്ട് തന്നെ വെക്കും. ഈ പ്രാവശ്യം ശിവാജിയോർ പോയി മീൻ മേടിച്ച് കുറേ നാളായി. അപ്പം ഫ്രീസർ ഫുള്ള് കാലിയായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം വാരി അതിനകത്ത് വെച്ചതാട്ടോ. അപ്പം ഇന്ന് പോയി മീൻ മേടിച്ചിട്ട് വന്നല്ലോ. മീനെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ബോക്സിനകത്താക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തിന് ഇരുന്നോളും. എന്നുവെച്ചാൽ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇത് എത്ര ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല. വെള്ളം ഒഴിച്ച് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഞാനങ്ങ് ഫ്രീസറിൽ കയറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഫ്രീസർ കാലിയാക്കാമെന്ന് വിചാരിച്ചത്. വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.